ചേന്ദമംഗലത്ത് ഒരു കുടുംബത്തിലെ 3 പേരെ കൊന്ന കേസിൽ പ്രതിയുമായി തെളിവെടുപ്പ് നടത്തി. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് തെളിവെടുപ്പ് വേഗത്തിൽ പൂർത്തിയാക്കി. 5 മിനിറ്റ് മാത്രമാണ് തെളിവെടുപ്പ് നീണ്ടത്. ജിതിൻ ബോസ് കൊല്ലപ്പെടാത്തതിൽ നിരാശയുണ്ടെന്ന് പ്രതി മൊഴി നൽകി. കേസിൽ 1 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കുമെന്ന് പോലീസ്. കൊല്ലപ്പെട്ട കുടുംബത്തോട് വൈരാഗ്യമുള്ള കാര്യം പ്രതി സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു. ജിത്തിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടാൽ മൊഴി രേഖപ്പെടുത്തുമെന്നും മുനമ്പം ഡിവൈഎസ്പി എസ് ജയകൃഷ്ണൻ പറഞ്ഞു. മോട്ടീവ് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതായത് ഇവർ തമ്മിൽ അയൽവാസികളായിട്ട് ഒരു 3 വർഷമായിട്ട് അവിടെ വിഷയങ്ങളുണ്ട്. ഇവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഇരുകക്ഷികളും നേരത്തെ പല സമയത്തും ഉന്നയിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുണ്ടായ ശത്രുതയാണ്. അത് പലതരത്തിൽ ഇങ്ങനെ ഓരോ സമയത്തുണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് കാരണമാണ് മനസ്സിലായിട്ടുള്ളത്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉന്നയിച്ചിരുന്നതായിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുണ്ടായ സംഭവമാണ്. അവരെ തമ്മിൽ അങ്ങോട്ട് അയാൾ അങ്ങനെ സംസാരിച്ചു ഇങ്ങനെ സംസാരിച്ചു മറ്റൊരാളോട് പോയി പറഞ്ഞു എന്നൊക്കെയുള്ള രീതിയിൽ മൂന്നാമതൊരാളോട് പറഞ്ഞു. എസ് ശരൺ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ശരൺ, എപ്പോഴായിരുന്നു തെളിവെടുപ്പ്? എന്തെങ്കിലും കുറ്റബോധം ഈ പ്രതിയുടെ മുഖത്ത് കാണാൻ കഴിഞ്ഞോ? യാതൊരു വിധത്തിലുള്ള കുറ്റബോധവും പ്രതിയുടെ മുഖത്ത് കാണാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം, അമൃത. അതായത് ഇന്ന് രാവിലെ 7:30 കൂടിയാണ് തെളിവെടുപ്പ് നടപടികളിലേക്ക് പോലീസ് കടന്നിരുന്നത്. ഈ തെളിവെടുപ്പിനിടെ ശക്തമായ ജനരോഷം ഉയരുമെന്നുള്ളത് പോലീസ് മുന്നിൽ കണ്ടിരുന്നതാണ്. നേരത്തെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കിയപ്പോഴും അവിടെ നിന്ന് ഇറക്കിയപ്പോഴും എല്ലാം പ്രതിക്ക് നേരെ നാട്ടുകാരുടെ കയ്യേറ്റ ശ്രമമടക്കം ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ തെളിവെടുപ്പിനിടയിൽ സമാനമായി തന്നെ പ്രതിഷേധം ഉയരുമെന്നുള്ളത് മുന്നിൽ കണ്ടുകൊണ്ടാണ് വേഗത്തിൽ തെളിവെടുപ്പ് പൂർത്തിയാക്കിയിരിക്കുന്നത്. 7:30 കൂടി എത്തിക്കുന്നു. 2 ഇടങ്ങളിൽ, അതായത് ഈ കൊലപാതകം നടന്ന വീട്ടിലും തൊട്ട് അപ്പുറത്തുള്ള ഋതു ജയന്റെ വീട്ടിലും എത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയിരിക്കുന്നത്. വെറും 5 മിനിറ്റ് കൊണ്ട് തന്നെ തെളിവെടുപ്പ് നടപടികൾ പൂർത്തിയാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും 5 ദിവസത്തേക്കാണ് നേരത്തെ പറവൂർ മജിസ്ട്രേറ്റ് കോടതി പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരുന്നത്. അങ്ങനെ കഴിഞ്ഞ 3 ദിവസമായിട്ട് വടക്കേക്കര പോലീസിന്റെ കസ്റ്റഡിയിൽ തന്നെയാണ് പ്രതി ഋതു ജയൻ ഉള്ളത്. ഇതിനിടയിൽ ഇയാൾ പറഞ്ഞിരിക്കുന്നത് തനിക്ക് യാതൊരു വിധത്തിലുള്ള മനസ്താപവും അല്ലെങ്കിൽ കുറ്റബോധവും ഇല്ല എന്നുള്ളതാണ്. താൻ ജിതിനെ കൊലപ്പെടുത്താൻ വേണ്ടിയാണ് വന്നത്. ഇതിനിടയിലാണ് മറ്റു 3 പേരുടെയും തലക്കടിക്കുന്നത്. ജിതിൻ കൊല്ലപ്പെടാത്തതിൽ തനിക്ക് നിരാശയുണ്ടെന്നുള്ള മൊഴി കൂടിയാണ് ഇയാൾ നൽകുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട പരമാവധി തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശാസ്ത്രീയ തെളിവുകളുണ്ട്. ഇതിന് പുറമെ തന്നെ ദൃക്സാക്ഷി മൊഴികളുണ്ട്. അതായത് 2 കുട്ടികളുടെ ദൃക്സാക്ഷി മൊഴികൾ നേരത്തെ തന്നെ പോലീസ് രേഖപ്പെടുത്തിയിരുന്നതാണ്. ഈ കൊല്ലപ്പെട്ടവരുടെ 2 കുട്ടികൾ, 7ഉം 9ഉം വയസ്സുള്ള കുട്ടികൾ, ഇവർ എങ്ങനെയാണ് ഈ ജിതിൻ വീട്ടിലേക്ക് വന്നത്, അതിനുശേഷം കൊലപ്പെടുത്തി മടങ്ങുന്നടക്കമുള്ള കാര്യങ്ങളാണ് മൊഴിയായി നൽകുക. അങ്ങനെ ഇതടക്കമുള്ള പരമാവധി തെളിവുകൾ ശേഖരിച്ചത്. അതുകൊണ്ട് തന്നെ 1 മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുമെന്നുള്ളതാണ് പ്രത്യേക അന്വേഷണ സംഘം പറയുന്നത്. എസ് ശരണാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.